കമലക്കെട്ടിയിലെ ദുരൂഹ കൊലപാതകം. പ്രതിക്കായി വലവീശി പോലീസ്. വിയൂർ ജയിലിലെ ജീവനക്കാരനായ ജോഷിയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നതെന്ന് പോലീസ് കരുതുന്നു. ഡോഗ് സ്ക്വാഡും പോലീസും സംഭവസ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വന്യജീവികളുടെ സാന്നിധ്യമുള്ള കമലക്കെട്ടി വനമേഖലയിൽ മുൻപും സമാന രീതിയിലുള്ള കൊലപാതകം നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥലം സംശയാസ്പദമായ ആരെ കണ്ടാലും അറസ്റ്റ് ചെയ്തോണം. ഓക്കേ? പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് വിശദ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്ദീപ് ചേരുന്നു. സന്ദീപ്, കേൾക്കാമോ? എന്താ സാറേ? എന്താ സാറേ? അവൻ കളവസ് പ്രതിയാ സാറേ. ഇറങ്ങിപ്പോടും. പ്രതികളെ കാണുമ്പോ തന്റെ ഒരു കുത്തിക്കഴിപ്പ്. മൈക്കിളെ. ആ സാറേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? കിട്ടി സാറേ. പുള്ളി വീട്ടിൽ പോകുമ്പോ വല്ല പുലി അങ്ങ് പിടിച്ചായിരിക്കും. നമുക്ക് ഈ കാട്ടിലെ മൃഗങ്ങളെ പിന്നാലെ പോവാൻ എവിടെ നേരം സാറേ? ആവശ്യമുണ്ടെങ്കിൽ പോണ്ടവരിടോ. ഇന്ന് മുതൽ ആ ഏരിയയിൽ നൈറ്റ് പെട്രോളിംഗ് ഉണ്ടാവണം. കേട്ടല്ലോ? ശരി സാർ. എന്നാ വിട്ടോ. സാറേ ഇറങ്ങാറായാ? തനിക്ക് കൃത്യസമയത്ത് എത്തിക്കൊണ്ടു. സാറാ കാട്ടിലൂടെ തന്നെയാണോ പോണേ? ആ, അല്ല ഞാൻ പറഞ്ഞുള്ളൂ. താൻ പോടൂ. യെസ് മാം. എന്തായി വരും? സ്പോട്ടിലേക്ക് എത്തിയോ? ഞാൻ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തു? വനത്തിലരികിൽ തന്നെ സംഭവം നടന്നിരിക്കുന്നത്. ഞാൻ എത്തിക്കോളാം. യെസ് മാം. ഫോറൻസിക് എത്തിയില്ലേ? വരുൺ എത്തിയ ഉടനെ വിളിക്കണം. ശരി മാം, ഞാൻ എത്തിയ ഉടനെ തന്നെ വിളിക്കാം. വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ശരി. ഓക്കെ. ശരി മാം. ഓക്കെ. കമലക്കട്ടിയിൽ ഇന്നലെ രാത്രി മറ്റൊരു ജയിലർ കൂടി കൊല്ലപ്പെട്ടു. കുളത്തറ വീട്ടിൽ ആൽബർട്ട് ആണ് കൊല്ലപ്പെട്ടത്. ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ 2 ദിവസം മുമ്പ് മറ്റൊരു ജയിലർ കൊല്ലപ്പെട്ടിരുന്നു. ഇതേക്കുറിച്ച് ശക്തമായ അന്വേഷണത്തിന് കമ്മീഷണർ ഉത്തരവിട്ടു. ഇരു കൊലപാതകങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. സംഭവത്തെ തുടർന്ന് പോലീസ് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ഡിവൈഎസ്പി നിർദ്ദേശിച്ചു. ജോയിയേ, ഞാൻ ഇല്ലിക്കാട് വഴിയാ. നീ വരണ്ട. ഒറ്റയ്ക്ക് പോകാൻ പേടിയല്ലേ? ഏയ്, പേടിയൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഒരുമിച്ച് വല്ല വർത്താനൊക്കെ പറഞ്ഞ് പോകാലോ എന്ന് വിചാരിച്ചു. വാർത്തയിൽ മുഴുവൻ നമ്മുടെ നാടാണല്ലോ. ഇതിനൊന്നും നമ്മുടെ പോലീസുകാർ പോരാന്നേ. CBI തന്നെ വരണം. അങ്ങനെ അങ്ങ് കൊച്ചാക്കല്ലേ. ഒരു തുമ്പും കിട്ടാത്ത ആലത്തൂർ കൂട്ടക്കൊല അത് പിടിച്ചില്ലേ പോലീസ്? ആ തള്ള കൊന്നവരെ കണ്ടതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ആ കേസ് ജമ്മത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്റെ മനസ്സ് പറയണതേ പരിണാമം വന്ന ഭീകര ജീവി കാട്ടിലിറങ്ങിയിട്ടുണ്ടെന്നാ. എനിക്കതാ തോന്നണേ. ഏത് ഇരുട്ടിൽ ഒളിച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരും. സാർ, 2 ജയിലർമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 2 മരണത്തിന്റെയും പിന്നിൽ ഒരേ മോട്ടീവ് എന്ന് സംശയിക്കുന്നുണ്ടോ? പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല. ഇതൊരു ആസൂത്രിത കൊലപാതകമാകാൻ സാധ്യതയുണ്ടോ? ഇന്ററോഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
ഒരു കൺക്ലൂഷനിലെത്താൻ സമയം മാറ്റില്ല. സർ, കൊല്ലപ്പെട്ട ജയിലർ ആൽബർട്ട് ഒരു മാസം മുന്നേ ചില തടവുകാരെ മർദ്ദിച്ചെന്ന വാർത്ത ശരിയാണ്? ശരിയല്ല. തടവുകാരെ വഴക്കുണ്ടാക്കുന്നവരെ പിടിച്ചു മാറ്റിയതേ ഉള്ളൂ. അന്വേഷണം ഹയർ അതോറിറ്റിയിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. പ്ലീസ്. സർ, സർവീസ് റിപ്പോർട്ടിൽ ഇവരെ പറ്റി പ്ലീസ് സർ, സർ ഒന്ന് പറയൂ സർ. സർ, സർ പ്ലീസ്. സർ ഒരു ചോദ്യം കൂടി പ്ലീസ്. സർ പ്ലീസ് സർ, ഒരു മിനിറ്റ്. ഒരു ക്വസ്റ്റ്യൻ ശല്യം ചെയ്യാതെ പ്ലീസ്. സർ ഇതുകൂടി ഒന്ന് പറ. ഈ കേസിനെ പറ്റി സർ. നമസ്കാരം. ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു, അതുകൊണ്ട് കാണണമെന്ന് പറഞ്ഞു. എന്താ പറയൂ. ഈ സംഭവം നടന്ന സ്ഥലത്തെ വന്യജീവികളുടെ സാന്നിധ്യം എങ്ങാനും ഇപ്പോൾ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാടല്ലേ, പുലിയും കടുവയൊക്കെ കണ്ടവരുണ്ട്. പക്ഷേ ഈ അടുത്തൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ആ, നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഈ പറഞ്ഞ പോലെ മൃഗങ്ങളായിരുന്നെങ്കിൽ കൊല്ലാൻ വേണ്ടി മാത്രം ആക്രമിക്കില്ലല്ലോ, തിന്നാൻ കൂടി ആയിരിക്കില്ലേ. ഇതെല്ലാം ഇപ്പോൾ കൊല്ലാൻ വേണ്ടി ചെയ്ത പോലെ തോന്നുന്നതല്ലേ? എന്താ സംഭവിച്ചതെന്ന് ഒരു ഉറപ്പ് പറയാൻ എനിക്ക് പറ്റുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. തീർച്ചയായും. ഓക്കെ. ഒരു സെർച്ച് ഉണ്ട് ട്രൈബൽ ഭാഗത്ത്. ആ, അപ്പം നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ഓക്കെ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം. ശരി. ഓക്കെ. ഓക്കെ. മനുഷ്യരൂപം തന്നെയായിരുന്നു. ഇരുട്ട് കാരണം വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. നിങ്ങളെ അത് ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല? ഇല്ല, സൂക്ഷിച്ചു നോക്കുന്ന പോലെ തോന്നി. പിന്നെ അത് ഓടി മറയുകയായിരുന്നു. എങ്ങോട്ട് ഓടിപ്പോയേ? കാറ് വന്ന ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ വലതുവശത്തേക്കാ ഓടി മറഞ്ഞത്. ഓക്കെ, താങ്ക്സ് ഫോർ ദ കോപ്പറേഷൻ. ശരി സർ. ഓക്കെ, കാണാം. ഇടി, നീ ഇനി അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് വെറുതെ പൊല്ലാപ്പുണ്ടാക്കണ്ട. എന്താ, ഞാൻ ആ വഴിക്ക് തന്നെയല്ലേ തിരിച്ചു പോകേണ്ടത്? പിന്നെ മോള് പേടിച്ചിട്ടാ ആ വഴിക്ക് പോകണ്ടെന്ന് പറയണേ. അത് ശരിക്കും മനുഷ്യനാണെങ്കിലും അത് നമ്മുടെ പുറകെ എങ്ങനെ വന്നാലോ? സാക്ഷികളെ വെട്ടിക്കൊല്ലുന്ന കാല സംഭവമൊക്കെ നിനക്കറിയാലോ. അതിന് ഞാൻ കോടതിയിൽ സാക്ഷി പറയാനൊന്നും പോകുന്നില്ല. ഒരു ഇൻഫർമേഷൻ കൊടുത്തു, അത്രയേ ഉള്ളൂ. ഞാൻ നിർത്തി. ഒന്നും സംഭവിച്ചില്ലെങ്കിലും കേസും കോടതിയായിട്ടൊന്നും നടക്കാൻ പറ്റില്ല. വേലിയൊക്കെ എടുക്കണ പാമ്പിനെടുത്ത് വെറുതെ തോളത്തിടണ്ട, അത്രേ ഉള്ളൂ. അയ്യോ, ഇനി അതിൽ പിടിച്ചു തൂങ്ങണ്ട. എനിക്കൊന്നുമില്ല.